الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. السلام عليكم. السلام عليكم. നിങ്ങൾ തൃശ്ശൂരാർക്ക് ഒരു എനർജി ഇല്ലാത്ത? അസ്സലാമു അലൈക്കും. ഓക്കെ. പൊതുവെ തൃശ്ശൂരുകാരെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എനർജി ഉള്ള മനുഷ്യന്മാരാണല്ലോ. ഇപ്പൊ ഞാൻ ബസ് കയറി ഇവിടെ വന്നപ്പോ തന്നെ സ്റ്റാൻഡ് എത്തിയപ്പോഴൊക്കെ ആളുകൾ തൃശ്ശൂർ 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 അല്ലെ, ഈ പറയുന്ന വൈബ് തന്നെ ആളുകളുടെ മാറാറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ സ്ലാങ്, ഞാൻ കോയമ്പത്തൂർ നിൽക്കുന്ന സമയത്ത് എന്റെ റൂമിൽ ഉണ്ടായിരുന്ന രണ്ടാളുകൾ തൃശ്ശൂരുകാരെയാണ്. ഇപ്പൊ പാലക്കാട് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? പാലക്കാടാണ്. അതേപോലെ തൃശ്ശൂരുകാർക്ക് ഒരു സ്പേസ് ഉണ്ടാവും, തൃശ്ശൂര് അല്ലെ. അപ്പൊ ഇന്ന് നിങ്ങളുമായിട്ട് കുറച്ചു നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. വൺസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോറടിക്കാൻ തോന്നുകയാണെങ്കിൽ യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ്. ഓക്കെ, കൈ പൊക്കാം, ഞാൻ നിർത്തും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സീറ്റുകളൊന്ന് ഫില്ല് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പുകൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ ഈ ഗ്യാപ്പിലേക്ക് നിങ്ങൾ കയറി ഇരിക്കണം കുറച്ച് ആളുകൾ. ലാസ്റ്റ് അവിടെയൊക്കെ കുറെ ആൾക്കാർ തിങ്ങിയിരിക്കുന്നുണ്ട്. എന്നൊക്കെ ഒരു രണ്ടാളുകൾ ഫ്രണ്ടിലേക്ക് വരണം വേഗം. വേഗം വേഗം സ്പീഡാക്കണ്ടില്ലേ, ലാഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഗേൾസ് ആയിട്ടും രണ്ടാൾക്കുള്ള സീറ്റ് ഉണ്ട്, ഇതും നമ്മളൊന്ന് ഫില്ല് ചെയ്തിരിക്കണം. ഒരു ഉഷാറായിട്ട് വേഗം ചെയ്യും. ഉറങ്ങുണ്ടായാലും ഒരാളിവിടെ ഫ്രണ്ടിലേക്ക് വരണം, വേഗം വരണം. അങ്ങനത്തെ ഉഷാറായി ഫ്രണ്ടിക്ക് വേഗം കയറി ഇരിക്കുന്നത്. അവിടെ ഫ്രണ്ട് സീറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമില്ലാത്ത പരിപാടി. വെരി ഗുഡ്. അടുത്ത ആളും വന്നു. വേഗം വേഗം ലാഗ് ആക്കില്ല സെക്കൻഡില്. ഇനി വരുന്ന 1 മിനിറ്റ് നിങ്ങളെ സമയം ഞാൻ കടം ചോദിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് ഇരിക്കുക. നിങ്ങളെ കയ്യിലൊന്നും ഉണ്ടാവരുത്. ഓക്കെ, പേന അടച്ചു വെക്കുക, ഫ്രീ ആയിട്ട് ഇരിക്കുക എല്ലാവരും. നിങ്ങളുടെ 2 കാലുകളും നിലത്തുണ്ടായിരിക്കണം. നമ്മളെല്ലാവരും ബെയർ ഫൂട്ടാണ്, ആരും ചെരുപ്പിട്ടിട്ടില്ലല്ലോ. അപ്പൊ 2 കാലുകളും നിലത്ത് വെച്ചിരിക്കുക. ക്ലിയർ? നിങ്ങളെ കൈ എന്ന് പറയുന്നത് നിങ്ങളെ തൈസിന്റെ മേലെ ആയിരിക്കണം. ഹാൻഡ്സ് ഓൺ യുവർ തൈസ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഞാൻ 5 നിന്ന് പിന്നിലേക്ക് എണ്ണുമ്പോഴേക്കും നിങ്ങൾ കണ്ണടച്ചിരിക്കണം. ഓക്കെ, എന്റെ റിക്വസ്റ്റ് ആണ്, ചെറിയൊരു ടെസ്റ്റും കൂടിയാണിത്. ഓക്കെ, വിത്തിൻ ദ കൗണ്ട് ഓഫ് 5 ഞാൻ 5 നിന്ന് പിന്നിലേക്ക് എണ്ണും, നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരിക്കണം. ക്ലിയർ ആണോ? 5 4 3 2 1. എല്ലാവരും കണ്ണടച്ചിരിക്കുക. ഓക്കെ, ഫൈൻ. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇൻഹേൽ ചെയ്യുക, എക്സ്ഹേൽ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇറ്റ് ഷുഡ് ബി എ ഡീപ് ബ്രെത്ത്. ലൈക്ക് മാക്സിമം മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായയിലൂടെ തന്നെ അത് പുറത്തേക്ക് വിടും. ഓക്കെ, ലിറ്ററലി നിങ്ങൾ കോൺഷ്യസ് ആവട്ടോ ഈ ഹാളിൽ ഇരിക്കുന്നതും. നിങ്ങൾ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസോ പല തോട്ട്സോ പല കാര്യങ്ങളും ഉണ്ടാവും. ഇതെല്ലാം ഒഴിവാക്കി ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം. ഈ ഒരു അരമണിക്കൂർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പോലെ കണ്ണടച്ചുകൊണ്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഒരു 2-3 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ വായിലൂടെ ശ്വാസം തുറന്നു വിടണം. ഓക്കെ, ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് എക്സ്ഹേൽ. മൂക്കിലൂടെ ശ്വാസം എടുക്കണം, വായിലൂടെ അത് പുറത്തേക്ക് വിടണം. വൺസ് നിങ്ങൾ ഫോക്കസ്ഡ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇന്ന് തിങ്കളാഴ്ച ഒരു ദീപാവലി ഡേ അല്ലെ, ഒഫീഷ്യൽ ഹോളിഡേ ആണ്. നിങ്ങളിൽ പല ആളുകൾക്കും ഇന്ന് വേറെ പല പരിപാടികളും ഉണ്ടായിരിക്കാം. ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിംഗ് ഉണ്ടായിരിക്കാം, കല്യാണം ഉണ്ടായിരിക്കാം. ഞാൻ വരുന്ന സമയത്ത് കുറെ കണ്ടു, കുറെ സ്ഥലങ്ങളിൽ ഇന്ന് ഫുട്ബോൾ ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നത് വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ബിക്കോസ് നിങ്ങൾ ഡിസൈഡ് ചെയ്തു ഇന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആവണം, ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും കേൾക്കണം എന്നുള്ളത്. ഇനി എന്തോ ആയിക്കോട്ടെ, ഇതുവരെയുള്ള സെഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്തോ ഇല്ലേ, ഇനി അങ്ങോട്ടുള്ള സെഷനുകൾ, ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കും. മാക്സിമം ഞാൻ എൻ്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയമാക്കി ഇതിനെ മാറ്റും എന്നുള്ള ഒരു ഇന്റൻഷൻ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേണം. എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് എ നിയ്യത്ത്. എല്ലാം തുടങ്ങുന്നത് നിങ്ങൾ ഇന്റൻഷൻ വെച്ചിട്ടാണ്. ഞാനിവിടെ എത്ര അടിപൊളിയായിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല,
നിങ്ങൾ ഏകദേശം എവിടുന്ന വന്നിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ തോന്നൂല. അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ മൈൻഡിൽ വേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കും. ഞാൻ കൃത്യമായിട്ട് ഈ സെഷനിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദീന് പഠിക്കുന്ന എൽമ് പഠിക്കുന്ന ഏറ്റവും നല്ല ഒരു സിറ്റുവേഷൻ ആക്കി, ഒരു വേദിയാക്കി ഞാൻ മാറ്റും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കാം. എന്തുകൊണ്ട്? ബിക്കോസ് നിങ്ങളുടെ ഇന്റൻഷൻ അതാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് പഠിച്ചോണ്ട് എടുത്തുന്ന പ്രതിഫലമുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കും നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇവൻ എൻ്റെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ കൂടെ ഈ കാണുന്ന PPT-യിലുള്ള പല ആളുകളെയും നിങ്ങൾ അറിയും. അപ്പൊ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കും, ശ്രദ്ധയോടെ ഇരിക്കും, മൈൻഡ് ഔട്ട് ആവൂല. മാക്സിമം ഞാൻ ഇവിടെ തന്നെ ശ്രദ്ധിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുക. വീണ്ടും നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ് തുടങ്ങുക. ഓക്കെ, ജസ്റ്റ് ഇൻഹെയിൽ ആൻഡ് എക്സെൽ 3-4 ടൈംസ്. ഓക്കെ, മാക്സിമം ഡീപ് ബ്രെത്ത് ചെയ്യുക, നിങ്ങളെ ഫോക്കസിന് എവിടേക്ക് കൊണ്ടുവരിക. ട്രെയിനിങ് മാക്സിമം. ഓക്കെ, ഒരു 3-4 ടൈംസ് വീണ്ടും ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക. ഞാൻ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 5 ബാക്ക് കൗണ്ട് ചെയ്യും. നമുക്ക് മെല്ലെ കണ്ണ് തുറക്കാം. ഓക്കെ, 5, 4, 3, 2, 1. ഓക്കെ, എല്ലാവരും ഇവിടെ ഇല്ലേ? ഇനി മൈൻഡ് ഔട്ട് ആവരുത്. ഇതില് എന്റെ മേജർ സൈക്കോളജിയാണ്. ഞാൻ കറന്റ് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസർച്ചും കാര്യങ്ങളും സെൽഫ് ഹെൽപ്പ് പ്രൊഡക്ടിവിറ്റി ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ സൈഡിലൂടെ ചെയ്യാറുണ്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് നമ്മൾ ഉറങ്ങിയെന്ന് വിചാരിക്കാം. 10 മണി, 11 മണി, വാട്ട് എവർ. ഈ സമയത്ത് ഉറങ്ങിയ നമ്മൾ വളരെ അൺകോൺഷ്യസ് ആയി ചെയ്തൊരു കാര്യമാണ് കണ്ണടക്കുക, അല്ലെ? എപ്പോഴോ ഉറക്കം വന്നു, ഫോൺ കളിക്കുന്നതിന്റെ ഇടയിലാവാം, ചിലപ്പോൾ സോഫയിൽ ഇരുന്നുകൊണ്ടാവാം, TV കാണുന്നതിന്റെ ഇടയിലാവാം, നമ്മൾ ഉറങ്ങിപ്പോയി, നമ്മൾ കണ്ണടച്ചു. പക്ഷെ ഒരു മിനിറ്റ് നേരം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ കണ്ണടച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങളിത് ഷട്ടറൊന്നും ഇല്ലല്ലോ, പുറത്ത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ണടയും. പക്ഷെ ഇതിന്റെ ഇടയിൽ പല ആളുകളും എന്ത് ചെയ്തു? കണ്ണ് തുറക്കുന്നുണ്ടേ, ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തപ്പോ കുറെ നേരം കണ്ണടച്ചിട്ട് പല രീതിയിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കൂട്ടത്തില് നല്ല ഔട്ട്ഫിറ്റ് ധരിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നല്ല ഡ്രസ്സ് വേണ്ട, നല്ല വണ്ടി വേണ്ട, നല്ല വീട് വേണ്ട, ഇല്ല. നമ്മളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലേ? 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 നമുക്ക് നല്ല ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കണം, നല്ല വണ്ടി വേണം, നല്ല വീട് വേണം, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യല്ലേ? പഠിക്കണമെന്ന ആഗ്രഹമൊന്നുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെ? ഒരു എക്സ്ട്രാ കോഴ്സ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രൊജക്ട് വർക്ക് ടൈമിൽ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്ഷമ നമുക്ക് കിട്ടുന്നില്ല. ഇതിനുള്ള കാരണം നിങ്ങൾ മാത്രമല്ല. ഓക്കെ, അതാണ് ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് എന്റെ ടോപ്പിക്? സ്ക്രീനിൽ കാണാനോ? എന്താണത്? ഹൂ ഈസ് യുവർ ഇൻഫ്ലുവൻസർ? ഏതൊക്കെ സോഷ്യൽ മീഡിയ ലോഗോകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും? എനിക്ക് റെസ്പോൺസ് വന്നിട്ടില്ലേ? ഞങ്ങളോട് നിർത്താന്ന് പറഞ്ഞ മാതിരി എനിക്ക് റെസ്പോൺസ് ഇല്ലേ, ഞാനും മൈൻഡ് അപ്പ് ചെയ്യും. കാരണം അതാ പരിപാടി. നിങ്ങൾ പറയണം ഏതൊക്കെ ലോഗോസ് ഉണ്ട് ഇതില്. ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പിന്നെ യൂട്യൂബ് ഉണ്ട്, പിന്നെ വാട്സപ്പ് ഉണ്ട്, പിന്നെ എക്സ്, അല്ലെ? പഴയ ട്വിറ്റർ, ഇപ്പത്തെ എക്സ്, പിന്നെയോ സ്നാപ്ചാറ്റ്. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ വെൽ അവെയർ ആണ്, അപ്ഡേറ്റഡ് ആണ്. ഇതില് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അക്കൗണ്ട് ഉള്ള ആളുകളാണ് നിങ്ങൾ, അല്ലേ? അല്ലെ? ഇൻസ്റ്റഗ്രാം ഉള്ള ആളുകൾക്ക് ഒന്ന് കൈവെക്കൂ. അക്കൗണ്ട് ഉള്ള ആളുകൾ. ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഇല്ലാന്നോ? ഞാൻ ഫേസ്ബുക്ക് ഒന്നല്ലല്ലോ ചോദിച്ചു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ള ആൾക്കാരൊന്ന് കൈവെക്കി നോക്കട്ടെ. അത് ഇത്ര മോശം സംഗതി ഒന്നല്ല, അല്ലെ? മെജോറിറ്റി ഓഫ് ദ ആളുകൾക്കും ഇൻസ്റ്റഗ്രാമില് അക്കൗണ്ട് ഉണ്ട്. സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഉള്ള ആളുകൾ, സ്നാപ്ചാറ്റിൽ സെൽഫി ഒന്നും എടുക്കാതെ ഫിൽറ്റർ ഒക്കെ വെച്ചിട്ട് ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്, അല്ലെ? നിങ്ങൾക്ക് അറിയാം. അതായത് പൊതുവെ ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ അധികം യൂസ് ചെയ്യുന്ന 2 ആപ്പുകളാണ് ഇത്, ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ. ഇനി നമുക്ക് നേരെ ഒരു നെയിമിംഗ് സെഷനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ അവിടെ കാണിക്കും. നിങ്ങൾ ഓരോ ആരാണ്, അവരുടെ പേര് എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഫസ്റ്റ് വൺ ഇതാരാ? ആരാണ്? തൊപ്പി. തൊപ്പിയുടെ ഗ്യാങ്ങിന്റെ പേരെന്താ? അറിയില്ല നിങ്ങൾ പറയുന്നുണ്ടോ? തൊപ്പിയുടെ ഗ്യാങ്ങിന്റെ പേരെന്താ? MRZ തൊപ്പി, അല്ലെ? ഇനീഷ്യൽ അടക്കം അറിയാം. തൊപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു ഗെയിമർ ആണ്, ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? തൊപ്പി
4 അവറോ 5 അവറോ ലൈവ് സ്ട്രീം ചെയ്തിട്ട് എത്ര രൂപ ഉണ്ടാക്കി അറിഞ്ഞു നിങ്ങള്? ഇല്ലേ? അതറിയില്ല ഇവിടെ ആയിരിക്കും? അറിയോ? 10 ലക്ഷം അല്ല, ഒരു ഒറ്റ ലൈവ് സ്ട്രീം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇവരെ ആരും കാണും, നല്ല മക്കളാണല്ലോ തൃശ്ശൂരുകാര്, ഇവരൊന്നും അറിയില്ല. എത്ര രൂപ ഉണ്ടാക്കി? നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലേ ഈ വിഷയത്തിലൊന്നും? കണ്ടിരുന്നില്ലേ? ചെങ്ങായിമാരൊക്കെ ഉറങ്ങുന്നുണ്ടല്ലോ ഇവിടെ. ഇല്ല നിങ്ങൾക്ക് തൊപ്പിനറിയോ? എന്താണ് ഒരു ഉഷാറില്ല, അതാകെ സാഡായിട്ട്. തൊപ്പിനറിയോ? ഓക്കെ, നേരെ അപ്പുറത്തേക്ക് പോവാം. അടുത്തത് ഇതാരാ? ആരാണ്? ആരാ? നിങ്ങളിത് പറയുന്നുട്ടോ, ഇവരൊക്കെ ഞാൻ കോട്ടയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. അവിടെ ഒരുത്തൻ നന്നായി ചിരിക്കുന്നുണ്ടോ? അവനോട് ചോദിച്ചേക്കാം. എടാ അത് ആരാടാ? ഫ്രണ്ടിക്ക് വരുന്നത് ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്ന ആൾക്കാർ മുന്നിൽ വരാം. ഇത് മമ്മു ആണ്. നിങ്ങൾക്ക് ആരാ മമ്മുവിന്റെ ഗ്യാങ്? ഏതാ ഏതാ? NRC തുപ്പയുടെ ഗ്യാങ്. അവൾക്ക് അതിൽ ഇൻവെന്റ് ഇട്ടാവും. ഇനി നേരെ അടുത്ത ഇൻഫ്ലുവൻസർ ഇതാരാ? നിങ്ങൾ വ്യത്യാസം ശ്രദ്ധിച്ചോ? ഇത്രയും നേരം ഇവിടുന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഹനാൻഷ എന്ന് പറയുമ്പോ ഇത് നോക്കുകയാണെങ്കിൽ പെരുന്നാൾ വന്നമാരെ ഓരോരുത്തരുടെ മുഖം, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു പൊലിവ് അല്ലെ? ഹനാൻഷ എന്ന് പറയുമ്പോ ഹനാൻഷ അടിപൊളി അല്ലേ? ചിന്തിക്കേണ്ട വിഷയം. ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അധികം സെഷനുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാന്നുള്ളത്. അവിടെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും എനിക്ക് കിട്ടിയ ഒരു പേരുണ്ടെങ്കിൽ അതാരാ? ഹനാൻഷയാണ്. ഇപ്പോ ഹനാൻഷയെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ കുറ്റം പറയാനല്ലോ അവരെ കാണിക്കുന്നത്. നമുക്ക് ജനറലി കിട്ടുന്ന ഓഡിയൻസാണ്. പല ആളുകളും ഇങ്ങനെയാണ് കമ്പയർ ചെയ്യാം ഇവരുടെ ലൈഫ് സ്റ്റൈല്, ഇവരുടെ ഫാമിലി. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അല്ലെ? ഇയാളെ നിങ്ങൾക്കറിയാം, ഹനാൻഷ. അടുത്തത് സ്റ്റീൽ ആരാ? ഹനാൻഷാന്റെ അനിയൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ആള് ഇതാരാ? ഈച്ചുവിന്റെ ഒറിജിനൽ പേരെന്താ? എല്ലാം വേറാണ് അല്ലെ? ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സില് നമ്മുടെ ഇന്ത്യയുടെ ഒപ്പോസിഷൻ ലീഡർ ആരാന്ന് ചോദിച്ചു, ആർക്കും അറിയില്ല. ഹനാൻഷാന്റെ രണ്ടാമത്തെ അനിയന്റെ ഒറിജിനൽ പേരെന്താന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഓർക്കണം, എക്സാർ എന്ന് പറഞ്ഞു. ഓക്കെ, ഫാമിലി വ്ളോഗേഴ്സ് ആണ്, യൂട്യൂബിൽ നിങ്ങൾ കാണുന്നതാണ്. ഞാൻ ഇത് കാണുന്നതോ ഇതൊന്നല്ല അതിന്റെ പ്രശ്നം കേട്ടോ. ഇനി അടുത്തതിലേക്ക് വരാം. എന്താണ് സായിപ്പ്? ഒരു ഗെയിമർ ആണ് അല്ലെ? നിങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് അയാൾ തോന്നിയിട്ടുണ്ടോ? എന്താണ്? തെറി പറയും അല്ലെ? ഭയങ്കരമായിട്ടുള്ള തെറി പറയും. നിങ്ങൾക്കറിയാം സായിപ്പ് ഒരു ഗെയിമർ ആണ്, ഭയങ്കരമായിട്ടുള്ള തെറികൾ അയാൾ പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് പേഴ്സൺ തരാം. ഗെയിമേഴ്സ് എല്ലാം ഓണായി തരാം. ആരെങ്കിലും റെസ്പോൺസ് ഇല്ലടോ, അപ്പൊ ഇങ്ങനെ പോജിക്കരടാ മാറി. ഈഗിൾ അല്ലെ? ഒരു ഗെയിമർ ആണ്. ഈഗിളില് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? വ്ളോഗിങ്ങില്, ലൈവ് സ്ട്രീമില് കണ്ടിട്ടില്ല? ആർക്കും പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല? ഉണ്ടോ? ഇവിടെ കണ്ടു ആരേലും? ഇല്ല. അതായത് സായിപ്പൂപ്പയുടെ പോലെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല ഈഗിളിന്റെ? ഇല്ല. ഓക്കെ, ഗുഡ്. അടുത്തത് അത് പറയുന്നതാണ് എന്റെ അഭിപ്രായം. ഇതാരാ? അടുത്തൊരു ഗെയിമർ നിങ്ങൾക്കറിയാം, കാസ്ട്രോ അല്ലെ? ഗെയിമിംഗ് ചെയ്ത് വണ്ടിയൊക്കെ വാങ്ങി ഭയങ്കര സെറ്റപ്പായി നമ്മളെ യൂത്തിന്റെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഗെയിമറാണ്. അടുത്തത് ഇതാരാ? വാവ അറിയുമുണ്ടോ? വാവ, ഹനാൻഷ, അതൊക്കെ ഇവിടുത്തെ ടീമുകളാണ് അല്ലെ? സൂപ്പർ വാവയുടെ സ്വാലിഹത്തായ ഇബിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വ്ളോഗുകളും വീഡിയോസുകളും കാണാറുണ്ട്. ഓക്കെ, അടുത്തത് ഇതാരാ? അല്ലെ? നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ ഫ്രണ്ട്സുമായി നിൽക്കുന്ന നമ്മളെ പോസ്റ്റുകളിലൊക്കെ BGM ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് വേടന്റെ പല ചിത്രങ്ങളും. വേടന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ്? കേസ് അല്ലെ? ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ എനിക്ക് തരുന്ന റെസ്പോൺസ് ആണ് കേട്ടോ. അടുത്തത് ടാക്സി അല്ലെ? കുറഞ്ഞ കാലം കൊണ്ട്, വളരെ ചുരുക്കം പാട്ടുകൾ കൊണ്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു ഗായകനാണ് ആര്? ടാക്സി എന്ന് പറയുന്നത്. ടാക്സി നിങ്ങൾക്ക് അറിയാം. ആരാണ്? ആരാ ഇവിടുന്ന് വേറെ പറയാത്ത ആൾക്കാർ വെറുതെ ആരാ? ബേബി ജീൻ അല്ലെ? ബേബി ജീനിന്റെ വളരെ ഹിറ്റ് ആയ ഒരു പാട്ട് ഏതാ?
പന്തളിച്ചാൻ പോവാം. ഞാന് പാലക്കാടാണെന്ന് തോന്നുന്നു സെഷൻ എടുക്കുമ്പോൾ ഒരാൾ കായ് 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 എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള റാപ്പേഴ്സ്, വ്ളോഗേഴ്സ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, അടുത്തത് ആരാ അല്ലെ? ഇപ്പൊ കല്യാണ സെലിബ്രിറ്റിയാണ്. മലബാർ കല്യാണങ്ങളിലെ സ്ഥിരമായിട്ടുള്ള ഒരു അതിഥിയാണ് ആര്? അലിൻ ജോസ് പെരേര. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് ആളാകെ വൈബാക്കി. ഇവരൊന്നും കുറ്റം പറയാന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. നമ്മളെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന യൂത്തിന്റെ ഇടയിൽ അറിയപ്പെടുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവരെല്ലാം. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ചർച്ച ചെയ്യാം. എന്താണ് ഇതിന്റെ പ്രശ്നം അല്ലേ? അപ്പൊ നോക്കി, ഞാൻ ഹനാൻഷാനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾക്ക് അറിയാം, ഓന്റെ അനിയനെ അറിയാം അല്ലേ? ഓന്റെ ചെറിയ അനിയനെ അറിയാം. അവരുടെ വീട്ടിലത്തെ ഫ്രിഡ്ജിത്തെ എന്താ പറയാ, അടുക്കളയത്തെ ഫ്രിഡ്ജ് എവിടെയെന്ന് വരെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? അയച്ചമാത്താൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. കണ്ടോ? ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് നമ്മൾ നിരന്തരം കാണുന്നത്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ പറയുക? ഒന്ന്, പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. നോക്കി, നമ്മൾ അടുത്ത കുടുംബക്കാരെ പറയുന്നത് പോലെ, നമ്മളൊരു കസിന്റെ പറയുന്നത് പോലെ, നമ്മൾ അടുത്തൊരു ബന്ധുവിനെ പറയുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വ്ളോഗേഴ്സിന്റെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഒക്കെ പേര് പറയുന്നത്. റിയാലിറ്റിയിൽ ഓർക്ക് നമ്മൾ അറിയോ? ഇല്ല. ഇന്ന് നമുക്ക് പോകുന്ന വഴിക്ക് ഒരു എമർജൻസി കേസ് ആയിട്ട് ഒരു 10,000 രൂപ ആവശ്യം വന്നു. ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണല്ലോ ഇവരൊക്കെ. ആരുടെങ്കിലും കോണ്ടാക്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് പൈസ കിട്ടോ? ഇല്ല. നമ്മൾ മെസ്സേജ് അയച്ചാൽ എവിടെ പോയി കിടക്കുള്ളൂ? ഓലെ റിക്വസ്റ്റിലേ പോയി കിടക്കുള്ളൂ. അപ്പൊ ഉറങ്ങ പിന്നെ ഇവിടെ ഇല്ലേ? നമ്മള് മെസ്സേജ് അയച്ചാല് ഓലെ റിക്വസ്റ്റിലേ പോയി കിടക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണ് നമ്മൾ എന്ത് പറയാ, പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക. അതായത് നമുക്ക് തോന്നും ഇവര് നമ്മുടെ ആരൊക്കെയോ ആണ് എന്നുള്ളത്. ഇൻ റിയാലിറ്റി നമ്മുടെ ആരുമല്ല, നമ്മളെ ക്ലോസ് സർക്കിളുള്ളതല്ല അല്ലെ, നമ്മളെ കുടുംബക്കാരല്ല. നമുക്ക് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാപ്പ അമ്മ അടുത്ത ആളുകളല്ലാതെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ആളുകളിലല്ല ഇവർ. അത് ഇവരുടെ പ്രശ്നമല്ല. പക്ഷെ അവര് നമ്മുടെ ആരൊക്കെയാണെന്ന് വിചാരിച്ച് നടക്കുന്നു. ഇതാണ് പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ സൈക്കോളജിയിൽ പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രശ്നം? വൺ സൈഡഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തോന്നുകയാണ് ഓ നമ്മൾ ആരൊക്കെയാണെന്ന്. ഇൻ റിയാലിറ്റി അവർക്ക് നമ്മൾ അറിയ പോലുമില്ല. ഇനി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കണം എന്ന് പോലും ഇല്ല. നമുക്ക് അതിന് പോലും മടിയായിരിക്കാം. ഫസ്റ്റ് തിങ്. രണ്ടാമത്തതോ, പെർസീവ്ഡ് ഇന്റിമസി. നമുക്ക് ഭയങ്കര അടുത്ത ആളുകളായിട്ടും ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും റിയാലിറ്റിയിൽ അങ്ങനെ ഒരു യഥാർത്ഥ ഇന്റിമേറ്റ് ബന്ധം ഈ പറയുന്ന വ്ളോഗേഴ്സായിട്ട് നമുക്കില്ല. ഇനി മൂന്നാമതോ, ഇത് മീഡിയ ഡ്രിവൻ ആണ്. സോഷ്യൽ മീഡിയ ആണ് ഈ വ്ളോഗേഴ്സ് ഇവരൊക്കെ നമ്മളെ അടുത്ത ആളുകളാണ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. അല്ലാതെ ഇവരാരും നമ്മളെ അടുത്ത ആളുകളല്ല. ക്ലിയർ? അപ്പൊ ഈ പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് ഇന്ന് ലോകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക് എന്താണ്? ബിഗ് ബോസ്. ബിഗ് ബോസ് കാണുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തില്? ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ബിഗ് ബോസ് അല്ലെ, പല ആളുകൾക്കും അറിയാം ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് ഇത്, ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ ലോഗോ കണ്ടോ നിങ്ങള് അല്ലെ? എന്താണത്? ലിറ്ററലി എന്താണത് പ്രൊജക്ട് ചെയ്യണത്? എന്താണ്? കണ്ണാണ് അല്ലെ? അതിന്റെ ഉള്ളില് നമ്മുടെ CCTV കാണുന്നത് പോലെ ഒരു വട്ടം കാണാൻ കഴിയും. ലിറ്ററലി ഒരു ക്യാമറ. ബിഗ് ബോസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് നെതർലാൻഡ്സിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു ബിഗ് ബോസ്. പിന്നീട് അത് ഒരു റൂമിൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ആളുകളെ പൂട്ടിയിടാം, എല്ലാ സൈഡിലും ക്യാമറ വെക്കുക, ഓൽ എന്തൊക്കെ ചെയ്യുന്നു നിരീക്ഷിക്കാം. ഇങ്ങനെ ആളുകളെ പ്രൈവറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഇത് വളരെയധികം എല്ലാത്തിലും, തമിഴിലാവട്ടെ, ഹിന്ദിയിലാവട്ടെ, മലയാളത്തിലാവട്ടെ, അവിടുത്തെയൊക്കെ ഏറ്റവും പ്രമുഖന്മാരായിട്ടുള്ള നടന്മാർ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ആങ്കർ ആയിട്ട്, അതിന്റെ ഹോസ്റ്റ് ആയിട്ട് ഈ പരിപാടി നടത്തുന്നത് അല്ലെ? ആരാണ് മലയാളത്തിലെ ബിഗ് ബോസ് ഹോസ്റ്റ്? ആരാണ്? മോഹൻലാൽ. നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് നമ്മൾ ബിഗ് ബോസ് കാണുന്നത് അല്ലെ? ബിഗ് ബോസ് കാണാൻ, ബിഗ് ബോസിന്റെ ചർച്ചകൾ, ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വ്യത്യാസം ഫുൾ ചർച്ചകളായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാനാണ് ആദ്യം ചോദിക്കണം, എന്നാലും ആരാ ബിഗ് ബോസിൽ ഔട്ടായി, എന്നാലും എന്ത് ബിഗ് ബോസ്. അപ്പൊ എല്ലാവരും ഓണാവും. എന്തുകൊണ്ട് ബിഗ് ബോസ് കാണാൻ മനുഷ്യൻ ഇത്രയധികം ഇൻട്രസ്റ്റഡ് ആവുന്നു? കേട്ടോ, ഫസ്റ്റ് നമ്മൾ അതിന് പറയാം ഷാഡ് ആൻഡ് ഫ്ലൂയിഡ്. കാണുന്നുണ്ടോ നിങ്ങൾ ആ വാക്ക്? സ്കാഡ് ആൻഡ് ഫ്ലൂയിഡ് അല്ല, ഷാഡ് ആൻഡ് ഫ്ലൂയിഡ്. എന്താണ് ഷാഡ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാളുകളുടെ മിസ്ഫോർച്യൂണിങ്, അതായത് ഒരാൾക്ക് ഒരു ഇടങ്ങാറുണ്ടാകുമ്പോൾ, തല്ലുകൊള്ളുന്നത് കാണുമ്പോൾ, ഒരു തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജിൽ ഇടക്കിടക്ക് അടി നടക്കുമ്പോൾ ഗേൾസ് ഒക്കെ പാടെ ഒരു നിറങ്ങൾ ഓടും.
ഒരേ ഒട്ടേകരം തല്ലിയോ തല്ലിയോ കാണാനാണ്. അതായത് ബോയ്സിന്റെ മാസം അവിടെ അടി കൂടുന്നതായിരിക്കും. ഇപ്പൊ ഞങ്ങള് സെക്കൻഡ് തേർഡ് ഫ്ലോറിലാണ് ഉള്ളത്. ഇപ്പൊ താഴത്തേക്ക് വേഗം ഓടണ ആരോ പറയാം, എന്തിനാ അടി കൂടുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന ഒരു പ്ലഷർ അല്ലെ. ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി അതാണ്, ആളുകളെ തമ്മിൽ ഓരോ ടാസ്ക് കൊടുത്ത് തമ്മിൽ അടുപ്പിക്കാം, എന്നിട്ടോ ഇവരെ കൃത്യമായിട്ട് ഇതുമായിട്ട് അഡിക്റ്റ് ആക്കാം. അതാണ് ഒന്നാമത്തെ ഷാഡൻ ഫ്രൂഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് കാണാൻ പറ്റും വോയറിസം, ഒളിഞ്ഞു നോക്കാനുള്ള മനുഷ്യന്റെ ത്വര. പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനുഷ്യന് കിട്ടുന്ന പ്രഷർ ആലോചിക്കും. അവര് കടന്നുറങ്ങുന്നത് വരെ, അവരുടെ ബെഡ്റൂം സീൻ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആളുകളെ ബിഗ് ബോസിലേക്ക് അഡിക്റ്റ് ആക്കുന്നത് അല്ലെ. ഒരു ചാനലിലെ പ്രൈം ടൈം ഏറ്റവും നല്ല സീരിയലുകളും സിനിമകളും ഇടാൻ പറ്റിയ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ബിഗ് ബോസ് ഇടുന്നത്. ബിഗ് ബോസ് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന ആളുകളൊന്ന് കൈവക്കി. എനിക്ക് റെസ്പോൺസ് വേണേ. ബിഗ് ബോസ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്തിങ്ങനെ മറ്റേ വൈസിറ്റിയിൽ പണ്ടുണ്ടായിരുന്നല്ലോ, നടന്നു പോകുമ്പോ കുറെ ആൾക്കാർ, പിന്നെ നമുക്ക് എല്ലാരും ബിഗ് ബോസ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? യെസ് എന്ന് പറയുന്ന ആളുകളൊന്ന് കൈവക്കി. കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? യെസ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾ കൈവക്കി. അപ്പൊ നിങ്ങളൊക്കെ ഉത്തരം നോ ആണ്, അതാണല്ലോ അല്ലെ. നിങ്ങളെല്ലാം പറയുന്നത് ബിഗ് ബോസ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അല്ലെ, ജസ്റ്റ് ഒരു ടി വി ഷോ ആണ്, അതാണ് നിങ്ങളുടെ അഭിപ്രായം. ചങ്ങന്മാരെന്നാ യെസ് എന്ന് പറയുന്ന ആൾക്കാരൊന്ന് കൈവക്കി. ബിഗ് ബോസ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, യെസ്. ഓക്കെ, കുറച്ച് ആളുകൾ കൈപൊക്കി. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്ക് എഴുന്നേറ്റ് നോക്കട്ടെ തന്നെ, വെറുതെ നീറ്റിക്ക് ഇരിക്കെ, കൈ നീ കെട്ടത് എനിക്ക് പേടിയുണ്ട്. ഒരേ നോട്ട് തന്നെ എപ്പോഴും ചെങ്ങായി നിർത്താവും, കുറെ നേരമായി എനിക്ക് എന്റെ പേടിയുണ്ട്. ഓക്കെ, ഷെയറായിട്ടിരിക്കാം, റെസ്പോൺസീവ് ആയിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഈ സംഭവം, ബിഗ് ബോസിൽ എങ്ങനെയാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം അല്ലെ. അവിടെ ഇപ്പൊ റീസെന്റ് വിവാദമായിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു, ബിഗ് ബോസിൽ ഭയങ്കര ട്രെൻഡിങ് ആയല്ലോ, കേരളം ഫുൾ ചർച്ച ചെയ്തില്ല ഒരു വിഷയം. എന്താണ്? ആരാ ഉറക്കെ പറയും? ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ ആയിട്ടുള്ള രണ്ട് കപ്പിൾസ് അല്ലെ, അവരെ ഒരു കണ്ടസ്റ്റന്റ് എന്ത് പറഞ്ഞു, അതിലൊരു കണ്ടസ്റ്റന്റ് എന്ത് പറഞ്ഞു, വീട്ടിൽ കയറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ മോഹൻലാൽ എന്ത് പറഞ്ഞു, വീട്ടിൽ കയറ്റും. അത് ഭയങ്കര ചർച്ചയായി അല്ലെ. ഇത്തരത്തിലുള്ള LGBTQ അജണ്ടകൾ, പ്രശ്നങ്ങളൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്യുന്ന ഒന്നായിട്ട് ബിഗ് ബോസ് മാറുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു LGBTQIA+ അല്ലെ, ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പ് ഒക്കെ നമ്മൾ മുന്നത്തെ ഹൈസെക്കിലും ടോപ്പിക് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണ്, എവിടെയാണ് ഇത് പ്രശ്നമാകുന്നത്? ഒരു വീഡിയോ കണ്ടു നോക്കാട്ടോ, ഒരു കുട്ടിയും ഒരു അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. വേഗട്ടോ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ ഇവിടുന്ന് പോകാതിട്ടില്ല, നിങ്ങൾ മൈൻഡ് ഔട്ട് ആയാലും ഞാൻ പരിപാടി നിർത്തും. ഈ രസമുള്ള കാര്യങ്ങൾ പറയട്ടെ.
അല്ലെ? നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതിലെന്താ പറയണത്? അമ്മേ, ഞാൻ ഗേളും കല്യാണം കഴിക്കുന്നത് കണ്ടു. അപ്പോ അവിടെ ചോദിക്കുന്നുണ്ട്, അതിനെന്താ ഗേളും കല്യാണം കഴിച്ച എന്താ കുഴപ്പം? അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്ക, ഇതൊന്നും കുഴപ്പമില്ല. അപ്പൊ ബോയും ഗേളല്ലേ കല്യാണം കഴിക്കുക? ആ കുട്ടി പോയിട്ടുള്ള കല്യാണങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് എന്താണ്? ബോയും ഗേളും കല്യാണം കഴിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ബോയ്ക്ക് ബോയിനെയും കല്യാണം കഴിക്കാം, ഗേളിനെയും കല്യാണം കഴിക്കാം. അല്ലെ? വളരെ തെറ്റായിട്ടുള്ള, സയന്റിഫിക് ആയിട്ട് ഇതിനൊരു എവിഡൻസും ഇല്ല. സൈക്കോളജിയിലെ മുന്നേ DSM-ലൊക്കെ ഇത് എന്തായിട്ടാ പഠിച്ചിരുന്നാരോ? ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് പഠിച്ചിരുന്നത്. അതായത് ഒരു മാനസിക രോഗം, ആളുകൾക്ക് തോന്നുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു ഇത്. സമരം ചെയ്തുകൊണ്ട്, ക്ലിനിക്കലി പഠിച്ചിട്ടല്ല, APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ പരിപാടികളൊക്കെ മുടക്കി ഓഫീസിനെതിരെ കല്ലെറിഞ്ഞ് അന്നത്തെ ഗേ കമ്മ്യൂണിറ്റി സമരം ചെയ്തിട്ടാണ് ഇതിനെ എന്താക്കിയത്? നോർമലാക്കി മാറ്റിയത്. അപ്പൊ ഇത്തരത്തിലുള്ള അജണ്ടകൾ കുട്ടികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ TV ഷോകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ഇപ്പൊ ഞാൻ വരുമ്പോ ബസ്സിൽ വരുന്ന സമയത്ത് ഒരു പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു. എല്ലാരും ഇവിടെ അല്ലേ? വെള്ളം കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇപ്പോ നമ്മൾ പറഞ്ഞു വന്നു അല്ലെ, ബിഗ് ബോസിന്റെ വിഷയം ചർച്ച ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള അജണ്ടകൾ, TV ഷോകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഞാൻ വായിച്ചിരുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ കാർട്ടൂൺ കാണുന്ന, അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന കുട്ടികൾ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഏകദേശം 800ഓളം 8 വയസ്സുകാരിൽ നടത്തിയ ഒരു റിസർച്ച് ഉണ്ട്. അവര് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു? അഗ്രസീവ് ആവുന്നു. ഏകദേശം 19 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അവർ അഗ്രസീവ് ബിഹേവിയർ നന്നായിട്ട് എക്സിബിറ്റ് ചെയ്യും. ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൈമുകളിലൊക്കെ എൻഗേജ് ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള TV ഷോകൾ. ഞാനൊരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഒരുത്തനോട്, ഇന്നലെ ബിഗ് ബോസ് ആണ് എന്നാണോ പണിയെന്ന് ചോദിച്ചു. അപ്പോ എന്താ, പഠിച്ചു വന്നിട്ടില്ല? അപ്പൊ എന്നോട് പറഞ്ഞു അതെ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ. അപ്പൊ സാറേ, ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്നിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഫാമിലി ആയിരുന്ന കുട്ടികളടക്കം നമുക്ക് ചിലപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. പക്ഷെ ഈവൻ അഡൾട്ടുകൾ അടക്കം ഇങ്ങനത്തെ ഷോകൾ, സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വന്നൊരു ന്യൂസ് ഉണ്ട്, ദൃശ്യം മോഡൽ കൊലപാതകം, ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടി ഒരു ചങ്ങായി. അഡൾട്ട് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള 10-30 വയസ്സായിട്ടുള്ള ആളുകൾ വരെ ഇത്തരത്തിലുള്ള ഫിലിമുകൾ കണ്ട് ഉമ്മാനെയും വാപ്പാനെയും പ്രിയപ്പെട്ട ആളുകളെയൊക്കെ കൊല്ലാൻ മുതിരുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ഷോകൾ, നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാം ഫീഡുകൾ, യൂട്യൂബ് വീഡിയോകളൊക്കെ ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലെ? ഫസ്റ്റ് വൺ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ഏറ്റവും നിങ്ങളുടെ ഇടയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് ഏതാണ്? ഇൻസ്റ്റഗ്രാം, അല്ലെ? ഇൻസ്റ്റഗ്രാം കണ്ടുപിടിച്ച 2 ആളുകളാണ് എനിക്ക് അവിടെ കാണാൻ കഴിയുക, കെവിൻ സിസ്ട്രോം ആൻഡ് മൈക്ക് റീഗർ. ആരൊക്കെയാണ്? കെവിൻ സിസ്ട്രോം, മൈക്ക് റീഗറും. അപ്പൊ ഇവര് പഠിച്ചിട്ടുള്ളത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അതിൽ തന്നെ ടെക്നോളജിക്കൽ പെർസുവേഷന് വളരെ അറിവുള്ള ആൾക്കാരാണ്. ഇപ്പൊ എന്താ ടെക്നോളജി? ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീന്, അല്ലെ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മൈക്ക്, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണ്, ഇതൊക്കെ എന്താണ്? ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരാളുടെ സമയം എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താമെന്ന് ആർക്കറിയാം? ഇത് കണ്ടുപിടിച്ച ആൾക്കാർക്ക് അറിയാം. ഇപ്പോ നിങ്ങൾ നിരന്തരമായിട്ട് ഗെയിമേഴ്സിന്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സെർച്ച് ബാറും നിങ്ങളെ ഫീഡും ഒക്കെ എന്തായിരിക്കും? ഗെയിമേഴ്സിന്റെ വീഡിയോസ് ആയിരിക്കും, അല്ലെ? വ്ലോഗ്സ്, ഔട്ട്ഫിറ്റ്, ഹിജാബി ട്യൂട്ടോറിയൽ, ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ സെർച്ച് ഫീഡും നിങ്ങൾക്ക് വരുന്ന റീലുകളും അങ്ങനെ ആയിരിക്കും. പിന്നെയോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ അടുപ്പിച്ച് വരൂല. ശ്രദ്ധിച്ചുക്കണം നിങ്ങള്, ഇതിന്റെ അൽഗോരിതം അങ്ങനെ. നമുക്ക് ഫുഡ് വ്ലോഗ് ഭയങ്കര ഇഷ്ടമാണ്. 1ാമത്തെ വ്ലോഗ് ഫുഡ് വരും, 2ഉം 3ഉം നമുക്ക് എന്ത് ചെയ്യൂല? ഫുഡ് വരൂല. അപ്പൊ നമ്മൾ എക്സിറ്റ് അടിക്കാന്ന് വിചാരിക്കുമ്പോ 4ാമത് വീണ്ടും നമുക്ക് ഫുഡ് വ്ലോഗ് തന്നെ വരും. ഇതിനെയാണ് എന്ത് പറയാ? പോസിറ്റീവ് ഇന്റർനെറ്റ് റിവാർഡ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു സമ്മാനം തരാം, എന്നിട്ടോ നമ്മൾ അതിലേക്ക് മാക്സിമം സമയം പിടിച്ചിരുത്താം. ബിക്കോസ് മോർ ടൈം എന്താണ്? മോർ റവന്യൂ ആണ് ഇവർക്ക്. ശ്രദ്ധിച്ചിട്ടില്ലേ? മുന്നേ സ്പോൺസേഡ് ആഡുകൾ ഉണ്ടായിരുന്നുള്ളൂ ഫീഡില്, പിന്നെ സ്റ്റോറിന്റെ ഇടയിൽ നമുക്ക് ആഡ് വരാൻ തുടങ്ങി. ഇപ്പൊ റീല് കാണുന്നതിന്റെ ഇടയിൽ നമുക്ക് എന്ത് വേണം? ആഡ് കാണേണ്ട അവസ്ഥ വന്നു. ആദ്യം യൂട്യൂബിൽ തുടക്കത്തിൽ ഒരു ആഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 1-2 ആഡ് ഒരുമിച്ച് വരാൻ തുടങ്ങി, അല്ലെ? നമ്മൾ വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ വീണ്ടും ആഡ് വരാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ആണ് ഇവർക്കൊക്കെ കിട്ടുന്ന റവന്യൂ. നമ്മുടെ സമയമാണ് അവരുടെ പൈസ. ഒരു കോട്ടുണ്ട്, ഇഫ് സംതിങ് ഈസ് ഫ്രീ ഫോർ യു വിച്ച് മീൻസ് ദാറ്റ് യു ആർ ദി പ്രൊഡക്റ്റ്. എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് വെറുതെ കിട്ടുകയാണെങ്കിൽ മനസ്സിലായിക്കോ, നമ്മളാണ് അവിടെ വിൽക്കപ്പെടുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളാണ്. ക്ലിയർ ആണോ? ഇൻസ്റ്റഗ്രാം നമ്മൾ ചർച്ച ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡ്. എന്താണ് സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം? ഒന്നാമത്തതാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നമുക്കിതിങ്ങനെ നോക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നം വരും, അല്ലെ? പുതിയ വ്ളോഗ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അയാളുടെ പുതിയ പോസ്റ്റ് വന്നോ, അല്ലെ? ഈ വ്ളോഗ് ഇന്ന് കണ്ടു തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം?
നാളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ചെന്ന് ചർച്ച ചെയ്യാൻ പറ്റൂല. ഹനാൻഷാന്റെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടിരുന്നു അറിയില്ല, ഏകദേശം 2.25 മണിക്കൂർ കാറ് വാങ്ങിയിട്ട് അല്ലെ ഫ്രണ്ട്സിനെല്ലാം സർപ്രൈസ് ചെയ്യുന്ന, ഫാമിലിനെ സർപ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോ. ഒരു സിനിമയുടെ ലെങ്ത് ആണ്. അതുവരെ ഫുൾ ഇരുന്ന് കാണുന്ന ആളുകളുണ്ട്. അതൊക്കെ അവർക്ക് റവന്യൂ ഉണ്ടാക്കുന്നു, കാറ് വാങ്ങുന്ന നല്ല കാര്യം, ഞാൻ ഓലെ ബ്ലെയിം ചെയ്യല്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ 2.25 മണിക്കൂർ നമ്മൾ നമ്മളെ പഠനത്തിലോ നമ്മുടെ സ്കില്ലിലോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന റിട്ടേൺസ് എന്താ? ഇപ്പോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടെക്നിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ ഒരു ചെങ്ങായിയുടെ അനുഭവം പറയാം. 6ാം ക്ലാസ് തൊട്ട് അവന് യൂട്യൂബ് വീഡിയോ കണ്ട് കോഡിംഗ് പഠിക്കാൻ തുടങ്ങി. ഓക്കെ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ കമ്പനി അവനെ ഹയർ ചെയ്തു. 3.5 ലക്ഷം രൂപയാണ് അവന്റെ ശമ്പളം. സ്വന്തമായിട്ട് വീട് ഉഷാറാക്കി, കാറ് വാങ്ങി, ഫാമിലിനെ ട്രിപ്പ് കൊണ്ടുപോയി. ആള് +1 പഠിക്കുന്നത് തോന്നുന്നു, കമ്പ്യൂട്ടർ സയൻസ്. 18 വയസ്സാവാൻ കാത്തു നിൽക്കുക അമേരിക്കയിലെ കമ്പനിയിൽ പോയി ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കണ്ട അതേ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഇൻകം ജനറേറ്റ് ചെയ്ത് ഫാമിലിന്റെ ലൈഫ് സ്റ്റൈലേ മാറ്റിമറിച്ചു. ആ ഫാമിലിനെ രക്ഷപ്പെടുത്തി. നമ്മളോ ഈ വ്ലോഗുകൾ കണ്ടിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ഓ, ഓന്റെ വാപ്പയ്ക്കാണ് വാപ്പ അല്ലെ, എന്താ സ്നേഹം, എന്താ കരുതല്, ഒരു തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് എത്ര അടിപൊളിയാ. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നിന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ അടുത്ത് ഞാൻ വീണ്ടും പറയുന്നത് ഇവരെ കുറ്റം പറയാൻ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഈ ഹനാൻഷാന്റെ ഉപ്പാന്റെ ഒരു ഷോർട്സ് കണ്ടിരുന്നു. അതിൽ മൂപ്പര് പറയുന്നത്, പണ്ട് ഞാൻ ഈ സാർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പൊ ഞാൻ ഓന്റെ വാപ്പ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, ഞാൻ ഭയങ്കര അഭിമാനാണ്. വാട്ട് എവർ ദേ ഡു, അവരുടെ പാരന്റ്സ് അവരുടെ പേരിൽ എന്താണ്, പ്രൗഡാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓണപരീക്ഷ കഴിഞ്ഞു അല്ലെ, മീറ്റിംഗ് കഴിഞ്ഞു. നമ്മുടെയൊക്കെ എത്ര പാരന്റ്സ് ടീച്ചേഴ്സിന്റെ മുന്നിൽ വഷളായിട്ടുണ്ട്. എന്റെയൊക്കെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്, സാർ എന്താ ചെയ്യാന്ന് അറിയില്ല, എത്ര പറയാം, എന്തൊക്കെ ചെയ്തു കൊടുക്കാം, കരഞ്ഞിട്ടുണ്ട് പല പാരന്റ്സും ഞങ്ങളെ മുന്നിൽ നിന്ന്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യും, ഓലെ വാപ്പ, ഓലെ ഫാമിലി, ഓലെ ലൈഫ്, ഓലെ സിബ്ലിങ്സ്. പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മുടെ വാപ്പയാവണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വാപ്പയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ഉദ്ദേശിച്ച പോലെ ഒരു മകനാണോ നമ്മൾ ചിന്തിക്കണം അല്ലേ? അതല്ലാതെ വാപ്പയ്ക്ക് എന്ത് വാപ്പയാണ് വാപ്പ എന്ന് പറഞ്ഞിട്ട് എന്തില്ല, ഈ കാര്യമില്ല. നമ്മൾ ആദ്യം നമ്മുടെ സൈഡ് പക്കയാണോ എന്ന് ചിന്തിക്കണം. അതല്ലാതെ ഇത്തരത്തിലുള്ള കമ്പാരിസണുകൾ എപ്പോഴും നമുക്ക് പ്രശ്നമേ ഉണ്ടാക്കുകയുള്ളൂ. ഇനി അടുത്തത് റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ് അല്ലെ. ഈ ആളുകൾ കണ്ടിട്ടുണ്ടോ? വളരെ രസകരമായിട്ട് ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഖാലിദ് അൽമേരി. അദ്ദേഹത്തിന്റെ വ്ലോഗ് മുന്നേക്ക് കേരളത്തിൽ വന്നപ്പോൾ ഭാര്യയുടെ ഒപ്പം ഭയങ്കര സ്നേഹത്തോടെ കേരള സ്ട്രീറ്റ് ഫുഡും കുലുക്കി സർബത്തും ഇതൊക്കെ ട്രൈ ചെയ്ത് കൊച്ചിയിലൂടെ ഒക്കെ നടക്കുന്ന അടിപൊളി വ്ലോഗായിരുന്നു. അവരുടെ വ്ലോഗ് കണ്ടാൽ നമുക്ക് ഒരിക്കലും തോന്നൂല എന്ത്, ഓ എന്താ മാപ്പിളയും പെണ്ണുങ്ങളും, എന്താ ഒരു സ്നേഹം, കപ്പിൾസ് ആണ് എങ്ങനെ വേണം നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഈ ന്യൂസ് പ്രകാരം നിങ്ങൾക്ക് കാണാൻ കഴിയും, ഏകദേശം 2024 ഫെബ്രുവരി 14 ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആയി. അപ്പൊ നമ്മൾ കാണുന്ന വ്ലോഗുകളല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഒരു പോർട്രേ ചെയ്യുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നത് പോലെ ബെസ്റ്റ് സൈഡ് മാത്രമാണ്. അതിന്റെ പുറത്തേക്ക് നമുക്കറിയാത്ത പല കാര്യങ്ങളും അതിൽ വരുന്നു. ഇനിയോ സോഷ്യൽ മീഡിയ കമ്പാരിസൺ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഞാൻ പറയില്ലേ, ഓരുടെ വാപ്പ, ഓരുടെ വണ്ടി, ഓരുടെ ലൈഫ് സ്റ്റൈല്, ഓരടിക്കുന്ന ഫുഡ്, ഓരിടുന്ന ഔട്ട്ഫിറ്റ്, ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തുണ്ടെന്ന് ആലോചിക്കാൻ നമ്മൾ മറന്നുപോകും. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഫലസ്തീനിൽ കരയുന്ന ഒരുപാട് മക്കളുടെ ചിത്രം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്നുണ്ട്. സ്പോൺസേർഡ് ആഡ് ആയിട്ട് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമുക്ക് വരുന്നുണ്ട് അല്ലെ. നമ്മൾ അതൊന്നും കാണുന്നില്ല. നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റു സ്റ്റോറികൾ വെച്ചിട്ടാ. എന്താ പോന്റെ ലൈഫ്, ഓൻ പുതിയ ഫോൺ എടുത്തു, ഓൻ പുതിയ ഗാഡ്ജറ്റ് വാങ്ങി, പുതിയ ഔട്ട്ഫിറ്റ്, ഫുള്ള് കറക്കം, ഫുള്ള് ട്രിപ്പ്, അതാണ് ലൈഫ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നമ്മൾ മറക്കും. സോഷ്യൽ മീഡിയ കമ്പാരിസൺ ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. ഇനിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഔട്ട്ഫിറ്റ് ട്രെൻഡ്സ് അല്ലെ. 2010 ഈ ഷോ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുകയാണെങ്കിൽ അന്ന് സ്കിന്നി ഭയങ്കരമായിട്ട് എന്താ പറയാ ടൈറ്റ് ആയിട്ടുള്ള ലെങ്ത് ഉള്ള ഷർട്ട്സും സ്കിന്നി ആയിട്ടുള്ളതൊക്കെയാണ് അന്ന് ട്രെൻഡ് അല്ലെ. ഇന്ന് നമ്മളെ ട്രെൻഡ് എന്താ, ബാഗി ഔട്ട്ഫിറ്റ്സ് ആണ്, ലൂസ് ആയിട്ടുള്ള. നിങ്ങൾ പല ആളുകളും ഇപ്പൊ അങ്ങനത്തെ ജീനും കാര്യങ്ങളൊക്കെയാണ് ധരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആലോചിക്കേണ്ട വിഷയം, ട്രെൻഡുകൾ പലതും മാറും. ഞാൻ കോയമ്പത്തൂരാണ് ഡിഗ്രി പഠിച്ചത് കേട്ടോ. ആ സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള പാന്റ് ഇട്ട് പോകുമ്പോൾ അവിടെ അന്ന് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇർക്കിലി മാറ്റ പാന്റ്, അതിങ്ങനെ ഭയങ്കര സ്കിന്നി ആയിട്ട് കവർ ഇട്ട് കയറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊരു 2010-15 ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ആ ട്രെൻഡാണ് അവിടെ. ഇപ്പോഴും പലരും അതാ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ബാഗി. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ചെന്നപ്പോ എന്നോട് എന്റെ കൂട്ടുകാരൻ ഇത് തന്നെ പാൻറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു മച്ച കേരളയിലൊക്കെ ഇപ്പൊ ഇപ്പിടിയാ. അപ്പൊ ഇതൊന്നും എനിക്ക് സെറ്റ് ആവാതിരാ എന്ന് പറഞ്ഞു എന്നോട്. 2 വർഷം കഴിഞ്ഞ് ഞാൻ 3rd ഇയർ ഒക്കെ ആകുമ്പോൾ അങ്ങനെ ബാഗ് ഇങ്ങനെ ട്രെൻഡ് ആവാൻ തുടങ്ങിയോ തമിഴ്നാട്ടിൽ കോയമ്പത്തൂര്.
അച്ഛാ ഡേ இந்த பேக் எங்க கிடைக்குடா കേരള கிடைக்குமா എടുത്തു തരാൻ முடியுமா എന്ന് ചോദിക്കാനും തുടങ്ങി കേട്ടോ. ട്രെൻഡുകൾ ഇങ്ങനെ മാറും. Y2K ഫാഷൻ നമ്മൾ പറയാം, ഓരോ ഇപ്പത്തെ ഇതിന് അതാ പറയാം. അതായത് 20 വർഷം മുന്നേ നമ്മുടെ ഉപ്പാനൊക്കെ പഴയ ഫോട്ടോ നോക്കിയാൽ ഓലും ഇതേപോലെ ബാഗിയും ലൂസ് ഫിറ്റും അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ഔട്ട്ഫിറ്റുകളാണ് ഓല് ധരിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ട്രെൻഡുകൾ പലപ്പോഴും ഇങ്ങനെ മാറുമെങ്കിലും നമുക്ക് നമ്മുടെ വസ്ത്രധാരണത്തിൽ ഇസ്ലാമികപരമായുള്ള ചട്ടക്കൂട് നിലനിർത്താൻ പറ്റണം. നെരിയാണിക്ക് താഴെ ഒരു വസ്ത്രം ഇറങ്ങിയോ ഓൻ എന്ത് ചെയ്യില്ല, തിരിഞ്ഞു നോക്കൂല. നബി പറഞ്ഞതാണ് എന്ത്, ഇസാറിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ നിന്ന് കണങ്കാലിന് താഴെയുള്ളത് എല്ലാം നരകത്തിലാണ്. നമുക്ക് ബാഗ് ഇടാം, പാരച്യൂട്ട് പാൻസ് ഇടാം, റിലാക്സ് ഫിറ്റ് ഇടാം, പക്ഷെ അതൊന്നും എന്താവരുത്, നമ്മുടെ നെരിയാണിക്ക് താഴെ ആവരുത്. അത് വലിയ വിഷയമാണ്. അതായത് പരലോകത്ത് തിരിഞ്ഞു നോക്കാതെ 3 കൂട്ടുകാർ പറയുന്നുണ്ട്. അതിൽ ഒന്നാരാ, വസ്ത്രധാരണം ശരിയല്ലാതെ അഹങ്കാരത്തോടെ ഇത് നിലത്ത് അഴിച്ച് വലിച്ച് നടന്ന ആളുകളാണ്. ചിന്തിക്കേണ്ട വിഷയം, ഇന്ന് നമ്മൾ ഡിസിഷൻ എടുക്കണം. വാട്ട് എവർ ഔട്ട്ഫിറ്റ് നമ്മൾ ധരിക്കുന്നോ അത് കൃത്യമായിട്ട് ഇസ്ലാമിക മാനദണ്ഡം പുലർത്തുന്ന ഒന്നായിരിക്കും അല്ലെ. ആൺവസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും ആൺവസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ, അതേപോലെ തന്നെ സ്ത്രീകളുടെ ഔട്ട്ഫിറ്റ് ധരിക്കുന്ന പുരുഷന്മാരെ അള്ളാഹ് ശപിച്ചിട്ടുണ്ട് നാം. ഇപ്പൊ ഗേൾസിന്റെ ഇടയിൽ ഭയങ്കര ട്രെൻഡ് എന്താ, ജേഴ്സികളാണ് അല്ലെ. മെന്നിടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ജേഴ്സികൾ വലുതോ ചെറുതോ ഒക്കെ വാങ്ങിയിട്ട് അതിനെ ചെയ്ത് അങ്ങനെ ഔട്ട്ഫിറ്റ് ട്രെൻഡുകൾ പലതും മാറും. പക്ഷെ നമ്മൾ ഇന്ന് എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ്, എന്തൊക്കെ ട്രെൻഡുകൾ വന്നോട്ടെ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഹലാലായിരിക്കണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമ്മൾ നേരിടും. ഇനി അടുത്തൊരു പ്രശ്നം നമുക്കറിയാം, വൾഗർ ലാംഗ്വേജ്. ഇവിടെ എന്നോട് 1-2 ആളുകൾ നമ്മള് ചങ്ങായിമാർ പറഞ്ഞു തെറി വിളിക്കുന്നത്. സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്, അള്ളാഹിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ വായിൽ നിന്ന് ഏറ്റവും നല്ല സംസാരമേ വരുള്ളൂ. ഒരു അനാവശ്യമായിട്ട് എന്ത് ചെയ്യില്ല, വേണ്ടാത്ത തെറികൾ പറയില്ല. അപ്പൊ ഇന്ന് എടുക്കേണ്ട 2ാമത്തെ ഡിസിഷൻ ആണ്, എന്റെ വായിൽ നിന്ന് ഇനി അനാവശ്യമായിട്ടൊരു കാര്യം വരൂല. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുത്തനെ വിളിക്കാം, എടാ നാ മോനെ, ഓക്കെ ഫീൽ ചെയ്താൽ മതി, നിങ്ങൾ വിളിക്കാം. അതായത് ഒരു ക്ലാസ്സിലുള്ള ഒരു ചങ്ങായി മറ്റു ചങ്ങായിനെ, അപ്പൊ എന്റെ കയ്യിൽ ചൂരലുണ്ടായിരുന്നു, അപ്പൊ ഞാനൊന്ന് കൊടുത്തു. എന്നിട്ട് ഓന് സ്റ്റാഫ് റൂമിൽ എന്തോ വെക്കാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, സാറേ ഓൻ അങ്ങനെ തല്ലണ്ടിന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഞാൻ അങ്ങനെ വിളിക്കാം, ഈ പേര് പറഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞാൽ അത് വേണ്ടേന്ന്. അപ്പൊ ഇതൊക്കെ ഭയങ്കര നോർമലാക്കി നമ്മളെ പാരന്റ്സിനെ അത് ചേർത്ത് വിളിക്കുന്നത്, തെറി വിളിക്കുന്നത്, വലിയ വലിയ തെറികൾ വിളിക്കുന്നതൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഭയങ്കര നോർമലാണ്. അത് ഭയങ്കര മാസാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ അതെന്തോ വലിയ അടിപൊളി അഭിമാനമായിട്ട് കാണുന്നു. ഇന്ന് എടുക്കേണ്ട ഡിസിഷൻ, ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് വിവേകത്തോടെ സംസാരം വരുള്ളൂ. തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക് എന്നുള്ളൊരു കോട്ടുണ്ട്. ബിക്കോസ് യു ആർ ടെല്ലിംഗ് ദ വേൾഡ് ഹു യു ആർ. നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ 2 വട്ടം ചിന്തിക്കണം. കാരണം ഇന്നിപ്പോ നിങ്ങൾ അറിയുന്നത് എങ്ങനെ, എന്റെ സംസാരത്തിലൂടെയാണ്. ഞാൻ വെറുതെ വന്ന അവിടെ ഡ്രസ് ഇട്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയൂല. അപ്പൊ നമ്മുടെ സംസാരം എന്നുള്ളത് മികവുറ്റതാക്കാൻ നമുക്ക് എപ്പോഴും പറ്റണം. പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായേക്കാം അല്ലെ, തോന്നിയേക്കാം. നമുക്ക് പല ആളുകൾക്കും വരുന്ന ഒരു തോന്നലുണ്ട്, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നന്നാവണം, റെഡി ആവണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലൈഫ് കൊണ്ട് ഒരു കാര്യം. നമുക്ക് ഇതെല്ലാം അറിയാം, കാരണം ഇങ്ങനത്തെ സദസ്സുകളിലും ഖുർആൻ ക്ലാസ്സിലും മദ്രസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സൊല്യൂഷൻ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മൾ എന്ത് പ്രശ്നത്തിൽ പെട്ടെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്തിനെ കുറിച്ചിട്ടാണ്? സൊല്യൂഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ പല ആളുകളും ചെയ്യുന്നതാരോ, പക്ഷെ അങ്ങനെ ചെയ്തിരുന്ന എങ്കിൽ അല്ലെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഇത് വരൂലായിരുന്നു, അങ്ങോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വരൂലായിരുന്നു. അങ്ങനെ എങ്കിൽ എന്നുള്ള ഒരു സാധനമാണ് നമ്മൾ പലപ്പോഴും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് പറയും. അപ്പൊ നമ്മൾ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ എപ്പോഴും ആലോചിക്കേണ്ട വിഷയം സൊല്യൂഷൻ എന്താണ്, നമ്മൾ ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താണ്. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് നമുക്ക് പറയാൻ പറ്റണം ആത്മാർത്ഥമായി. എന്തോ ആയിക്കോട്ടെ, ഇതുവരെയുള്ള തെറ്റുകളോ നമ്മളെ ഈ പാസ്റ്റ് ലൈഫ് ഈ മൊമെന്റ് വരെ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയാൻ പറ്റണം. പഠിച്ചോനെ, ഒരുപാട് തെറ്റുകൾ എനിക്ക് അറിയാതെ പറ്റിപ്പോയിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് എല്ലാം കേട്ടിട്ടും വീണ്ടും ഞാൻ തെറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്, ഇനി എന്റെ ഭാഗത്ത് നിന്ന് അത്തരം തെറ്റുകൾ വരൂല. ആത്മാർത്ഥമായിട്ട് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റണം, അസ്തഗ്ഫിറുല്ലാഹ്, പഠിച്ചോനെ പുറത്തുണ്ടാവും.
ഈ കാര്യം ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് നന്നാവാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് പറയണം. പിന്നെയോ, ഒരാള് വിചാരിക്കാതെ ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നന്നാവാൻ പറ്റൂല. നമ്മൾ ആദ്യം വിചാരിക്കണം നമുക്ക് നന്നാവണം എന്നുള്ളത്. എന്നിട്ടോ നമ്മുടെ നമസ്കാരം, നമ്മുടെ ദുആകൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇതൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാവണം. ഇത്തരത്തിലുള്ള സദസ്സുകൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അതിൽ നിങ്ങൾക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത് കാണാം. കുല്ലു ബനി ആദം ഖത്താ, എല്ലാ ആദം സന്തതികളും തെറ്റുകാരാണ്. നമുക്കൊക്കെ തെറ്റ് പറ്റും. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിഞ്ഞോ അറിയാതെയും ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഏറ്റവും ഉത്തമനായ നോക്കി വഖൈറു ഖത്താരീന അത്തവ്വാബൂൻ, പശ്ചാത്തപിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇന്ന് നമസ്കരിക്കുമ്പോൾ, ഇന്ന് ളുഹർ നമസ്കരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റണം, പടച്ചോനെ പറ്റിപ്പോയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ എനിക്ക് പുറത്തു തരണേ, ഇനിയുള്ള എന്റെ ജീവിതം ഖൈറാക്കി മാറ്റണേ എന്നുള്ളത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ടും നമുക്കൊരു റിയാലിറ്റി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കാം. ഇതിന്റെ വീട്ടിന്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു 5 മിനിറ്റ് ബൈക്കിൽ പോയാൽ എത്തുന്ന സ്ഥലം കരിമ്പ, പനയമ്പാടെന്ന് പറയും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം എക്സാം കഴിഞ്ഞ് പോകുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മുകളിലേക്കാണ് നിങ്ങൾ ഈ കാണുന്ന ലോറികൾ വന്ന് മറിഞ്ഞത്. ആലോചിക്കും, ഞാനും നിങ്ങളും ഒക്കെ സ്കൂളിൽ പോകുന്ന, നമ്മുടെ ആവശ്യത്തിന് വണ്ടിയിൽ പോകുന്ന, റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളാണ്. ഈ മക്കൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അടുത്ത നിമിഷം വലിയ ഒരു ലോറി വന്നിട്ട് പോലെ മേത്തുകൂടെ മറിയും. അവരുടെ ഉമ്മ നോക്കി നിൽക്കെ ഇവർ മരണപ്പെടും. അത്രേ ഉള്ളൂ മനുഷ്യന്മാരെ. നമുക്കൊക്കെ തോന്നൂലേ കുറെ കാലം ഇതിങ്ങനെ പോകുന്നു? ഇല്ല, ചിലപ്പോ ഇന്നായിരിക്കാം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, നാളെ ആയിരിക്കാം, ഈ മാസമായിരിക്കാം, ഈ വർഷമായിരിക്കാം. എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ഈ ലോകത്ത് നിന്ന് പിരിയും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മളെല്ലാവരും മരണത്തിന്റെ ടേസ്റ്റ് അറിയും. നമ്മളെല്ലാവരും മരിക്കും, അല്ലെ? മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കണമായിരുന്നു. ജനിച്ച സ്ഥിതിക്ക് നമുക്ക് ഉറപ്പാണ് നമ്മൾ മരണപ്പെടുമെന്നുള്ളത്. അത് ഓർമ്മയിൽ വേണം. ഞാൻ അതിന്റെ ക്ലിപ്പ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ചിന്തിക്കുക, മരണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്ന് പല ആളുകളുടെയും സ്റ്റാറ്റസിലും അല്ലെ, നിങ്ങൾ പല മരണ വാർത്തകളും കേൾക്കാറുണ്ട്. ഞങ്ങൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളോടൊപ്പം പഠിപ്പിക്കുന്ന ഒരു മാഷിനോട് പറയുന്നു, പഠിപ്പിച്ചിരുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടി മരണപ്പെട്ടു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. എന്താ പ്രശ്നം എന്നറിയില്ല, ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരണപ്പെട്ടത്. യാതൊരു കാരണമോ ഒരു രോഗവും ഒന്നും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് ഫുൾ A+ ലിസ്റ്റിലുള്ള നന്നായി പഠിക്കുന്ന നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പൊ ഏത് സമയത്തും എന്ത് ചെയ്യും, മരണം വരും. നമ്മളെല്ലാവരും ഇതുപോലെയാവും. നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റോറികളിൽ, നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ, നാട്ടിലെയും ക്ലാസ്സിലെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ക്യാപ്ഷനോടുകൂടെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഫോട്ടോ വരും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ഐസക്കിന്റെ വേദിയിൽ ഇത് നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വേദിയാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ പഠിച്ചോണ്ട് എന്ന് ചോദ്യം വരും. ഇതെല്ലാം കേട്ടിട്ടും വസ്ത്രത്തിന്റെ വിഷയം, തെറി പറയുന്ന വിഷയം, നമസ്കാരത്തിന്റെ വിഷയം, ദീനീപരമായിട്ടുള്ള ചട്ടക്കൂടിൽ ജീവിക്കണം എന്നൊക്കെ നീ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് വഴിപിഴച്ചു എന്നുള്ള ചോദ്യം പടച്ചോ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അത് പ്രൊഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുഹമ്മദ് നബിയാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു സദസ്സ്, ഈ ഒരു മൊമെന്റ്, ഇപ്പൊ നമ്മൾ ഫേം ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം. ഇനി എന്റെ ലൈഫ് പഴയതുപോലെ ആവൂല. ഇനി എന്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവും. എന്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തോടെ നിർത്തും. ഹലാലായ പാതയിലേക്ക് ഞാൻ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അങ്ങനെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുമെന്നുള്ള ഡിസിഷൻ നിങ്ങൾ ഇപ്പൊ എടുത്തോ, നിങ്ങൾ വിജയിച്ചു. ഇതൊക്കെ കേട്ടിട്ടും നമുക്കൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം കല്ലായിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഏറ്റവും നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ഏറ്റവും ഉത്തമരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله. Who is your influencer?